തിരുമേനി, മഹാരാജൻ എഴുന്നള്ളുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തിരുമനസിന്റെ എഴുന്നള്ളത്തോ? തിരുവായൂരപ്പ, നീലകണ്ഠ, ഗംഗാധര ഭഗവാനെ, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം പൊറുത്ത് അനുഗ്രഹിക്കണേ ഭഗവാനെ. തിരുമേനി, അടിയൻ നാം ഒരു അത്ഭുത വാർത്ത കേട്ടാണ് വന്നത്. തിരുവാറൂർ ക്ഷേത്രത്തിൽ ശുദ്ധജലമൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നു എന്ന വിചിത്രമായ വാർത്ത. അങ്ങനെ വിളക്ക് തെളിയിക്കുന്ന ആ അത്ഭുത ഭക്തൻ ആരാണ് തിരുമേനി? ഇദ്ദേഹമാണ് അടികൾ. അടികളെ, കൽപ്പിച്ചാലും ഈ അത്ഭുത സിദ്ധി എങ്ങനെ നിങ്ങൾ വശമാക്കി? തിരുവാറൂർ മഹാദേവൻ വശമാക്കി തന്നു തിരുമനസേ. ക്ഷേത്രത്തിലെ എല്ലാ വിളക്കുകളും തെളിയിക്കാൻ നെയ്യില്ലാത്തൊരവസ്ഥ. ഗൃഹങ്ങൾ തോറും നടന്ന് യാചിച്ചിട്ടും ഫലമില്ലാത്ത നിലപാട്. ആ സാഹചര്യത്തിൽ അടിയൻ ഭഗവാന്റെ അശരീരി കേട്ടു. കുളത്തിലെ ശുദ്ധജലമൊഴിച്ച് ദീപം തെളിയിക്കണമെന്ന്. അടികളെ, മനസ്സുകൊണ്ട് നാം അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊള്ളുന്നു. ഈ അത്ഭുത ശക്തി ശ്രീ പരമേശ്വരൻ നിങ്ങൾക്ക് നൽകിയ മഹാനുഗ്രഹമാണ്. ഒപ്പം നമുക്ക് നൽകിയ കടുത്ത ശിക്ഷയും. കുറേ നാളായി ക്ഷേത്ര നടത്തിപ്പിന് ആവശ്യമായ പണമൊന്നും നാം കൊട്ടാരത്തിൽ നിന്നും അനുവദിക്കുന്നില്ല. ശിവഭക്തനായ നാം ബോധപൂർവം ചെയ്തതല്ല. ഭരണത്തിരക്കിനിടയിൽ വിസ്മരിച്ചുപോയി. നമ്മുടെ മറവിയുടെ മറ നീക്കിയതാണ് ശ്രീ പരമേശ്വരൻ. ഏതായാലും കൊട്ടാരം വക പണമില്ലെങ്കിലും നമ്മുടെ ആലയത്തെ ശുദ്ധജലം കൊണ്ട് ദീപ്തമാക്കാൻ ഒരപൂർവ ഭക്തനുണ്ടെന്ന് കാട്ടിത്തന്നതാണ് ശ്രീ മഹാദേവൻ. നമ്മുടെ തെറ്റ് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഭഗവാനെ. മേലിൽ തിരുവാറൂർ മഹാദേവന്റെ കാര്യം കഴിഞ്ഞേയുള്ളൂ നമുക്ക് മറ്റെന്തും. ഗംഗാധര ഭഗവാനെ, അങ്ങയുടെ അനുവാദത്തോടെ നാം ഈ അടികളിനെ ക്ഷേത്ര മേലധികാരിയായി നിയോഗിച്ചുകൊള്ളുന്നു. ഞാനൊരു യാത്ര പോവുകയാണ് തിരുമേനി. എങ്ങോട്ടാണ്? തിരുമനാലി ശിവക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവം നടക്കുകയല്ലേ. ഉത്സവം കാണാൻ പോകുന്നു. തിരുമനാലി പൈങ്കുനി ഉത്സവം വളരെ പ്രസിദ്ധമല്ലേ? അതെ. നാനാജാതി മതസ്ഥരും ഒത്തുചേരുന്ന ഉത്സവം. അതിൽ സംബന്ധിക്കുന്നത് തന്നെ മഹാപുണ്യം. ജലമൊഴിച്ച് ദീപം തെളിയിക്കുന്ന ക്ഷേത്രമെന്ന നിലയിൽ ഇപ്പോൾ തിരുവാറൂർ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഭക്തജന തിരക്കുണ്ട്, നന്നായി നടവരവും ഉണ്ട്. കൊട്ടാരത്തിൽ നിന്ന് ആവശ്യത്തിന് പണവും ധാന്യങ്ങളും ഒക്കെ കൃത്യമായി എത്തുന്നുണ്ട്. എല്ലാറ്റിനും കാരണക്കാരൻ അങ്ങ് മാത്രമാണ്. അതുകൊണ്ട് മഹാഭക്തനായ അങ്ങ് തിരുമനാലി ക്ഷേത്രത്തിൽ ചെന്ന് മറ്റൊരത്ഭുതം പ്രവർത്തിക്കരുത്. അങ്ങനെ ചെയ്താൽ ഭക്തജന തിരക്ക് അങ്ങോട്ടാവും, നടവരവും അങ്ങോട്ടൊഴുകും. ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ പഴയപടിയാക്കരുത് അടികളെ. അവിടുത്തെ ദേവനും ഇവിടുത്തെ ദേവനും ശ്രീ പരമേശ്വരൻ തന്നെയാണ്. തിരുമേനിക്കിത്ര സ്വാർത്ഥത പാടുണ്ടോ? നമുക്ക് നമ്മുടെ കാര്യത്തിലല്ല, ഭഗവാന്റെ കാര്യത്തിലാണ് സ്വാർത്ഥത. ശരി, ഭഗവാൻ ഓരോന്ന് തോന്നിപ്പിക്കുന്നു, ചെയ്യിപ്പിക്കുന്നു. ശംഭോ മഹാദേവ.
അമൃതവല്ലി, അമൃതവല്ലി. ഉത്സവം കണ്ടിട്ടെന്താ വരാൻ എത്ര വൈകിയത്? വരുന്ന വഴിക്ക് ഞാൻ ആ ശങ്കരൻ നമ്പൂതിരിയുടെ ഇല്ലത്തിലൊന്ന് കയറി. എന്താ പുറത്തു തന്നെ നിൽക്കുന്നേ? കയറി വരൂ. അല്ല, അങ്ങക്കെന്താ ഒരു വിഷമം? തിരുമനാലി ക്ഷേത്രത്തിൽ ജാതിമത ഭേദങ്ങളൊന്നുമില്ല. നാനാജാതി മതസ്ഥരെയും തൊട്ട് തീണ്ടേണ്ടി വന്നു. തിരക്കിൽപ്പെട്ടപ്പോ ഏറെ നേരം ഹീനജാതിക്കാരെ മുട്ടിയുരുമി നീങ്ങേണ്ടി വന്നു. അയിത്തം ബ്രാഹ്മണർക്ക് മഹാപാപമല്ലേ അമൃതവല്ലി? തിരുമനാലി ക്ഷേത്ര ചരിത്രമൊക്കെ അങ്ങയ്ക്ക് അറിയാവുന്നതല്ലേ? ഒത്തിരി ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ടുള്ള ഞാൻ തിരുമനാലി ക്ഷേത്രത്തിൽ മാത്രം പോയിട്ടില്ല. അയിത്തം ഭയന്ന് തന്നെ. എന്തായാലും അയിത്തമൊഴിയാനുള്ള മന്ത്രം ഉരുക്കഴിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ടേ ഇല്ലത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. നീ സ്നാനം കഴിക്കാൻ കുറച്ച് വെള്ളം എടുത്തു വയ്ക്ക്. ഓം അശുദ്ധ ശുദ്ധായ സ്വാഹ, അശുദ്ധ ശുദ്ധായ സ്വാഹ, ഓം അശുദ്ധ ശുദ്ധായ സ്വാഹ. അശുദ്ധ ശുദ്ധായ സ്വാഹ, അശുദ്ധ ശുദ്ധായ സ്വാഹ. കുളിച്ചിട്ട് വരൂ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഓം നമഃ ശിവായ. ഭക്ത, ഭഗവാനെ, കൈലാസ്നാഥ, ഭഗവാനെ, ചന്ദ്രകലാധര, ഗംഗാധര, ഭഗവാനെ. എഴുന്നേൽക്കൂ അടികളെ. അടികൾ ശ്രേഷ്ഠരെ, ക്ഷേമം തന്നെയല്ലേ? ഭഗവാനെ, അങ്ങടിയന് നൽകിയ ക്ഷേമവും ഐശ്വര്യവും അത്യപൂർവം തന്നെയാണ് മഹാദേവ. അടിയനിന്ന് തിരുവാറൂരിൽ മാത്രമല്ല, മറ്റു നാടുകളിലും ഏറെ പ്രശസ്തനാണ്. ശുദ്ധജലമൊഴിച്ച് ദീപം തെളിയിക്കുന്ന ഇന്ദ്രജാല ഭക്തനെന്നാണ് അടിയൻ അറിയപ്പെടുന്നത്. അങ്ങ് അനുഗ്രഹിച്ച് നൽകിയ ഖ്യാതിക്ക് അടിയനെന്നും കടപ്പെട്ടിരിക്കുന്നു ഭഗവാനെ. നന്നായി. അതിപ്രശസ്തനായ നിന്റെ മനസ്സും അതീവ പവിത്രമാകേണ്ടതല്ലേ അടികളെ? നിന്റെ മനസ്സിൽ അസ്പൃശ്യത എന്ന വികാരമുണ്ട്. തൊട്ടുതീണ്ടൽ, ഭ്രഷ്ട് തുടങ്ങിയ അധമ വികാരങ്ങൾക്ക് അടിമയാണ് നീ. സത്യമല്ലേ? തിരുവാരൂരിൽ ഉത്സവം കണ്ട് മടങ്ങിയ നിനക്ക് ഹീനജാതിക്കാരെ തൊട്ടു തീണ്ടി എന്ന അപകർഷതാബോധമുണ്ടായി.
ശുദ്ധികലശ കർമ്മം കഴിച്ചല്ലേ നീ ഗൃഹത്തിൽ പ്രവേശിച്ചത്? കൈലാസപതേ, ഭഗവാനെ, ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതിമത ഐത്താചാരങ്ങൾ ഒരു ശുദ്ധി കലശത്തിന് അടിയനെ നിർബന്ധിതനാക്കി. സമ്മതിക്കുന്നു. പക്ഷേ തിരുവാരൂരിൽ പിറന്ന ഓരോ മനുഷ്യരും നമ്മുടെ ഭക്തന്മാരാണ്. സവർണനെന്നോ അവർണനെന്നോ ഭേദമേതുമേ ഇല്ല എന്ന് ധരിച്ചാലും. അടികളെ, ഉര ചെയ്താലും ഭഗവാനെ, എല്ലാ മനുഷ്യരും സമന്മാരോ എന്ന സന്ദേഹം നിന്നിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. നാം പറഞ്ഞത് സത്യമാണെന്ന് നിന്റെ ദൃഷ്ടിയിൽ കാണിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട് നാം. വിജയം ഭവിക്കട്ടെ. ഭഗവാനെ, എന്താ? എന്തു പറ്റി? എനിക്ക് മഹാദേവന്റെ സ്വപ്ന ദർശനമുണ്ടായി. മഹാദേവന്റെ സ്വപ്ന ദർശനമോ? അങ്ങ് പകരുന്ന പച്ചവെള്ളത്തെ നെയ്യായി അനുഗ്രഹിച്ച ഭഗവാൻ സ്വപ്ന ദർശനവും നൽകി അനുഗ്രഹിച്ചെന്നോ? മഹാപുണ്യം. പക്ഷേ വേദന ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് ഭഗവാൻ അരുളി ചെയ്തത്. എന്താ അത്? ഐത്താചാരങ്ങൾ പാടില്ലെന്ന്. തിരുവാരൂരിലെ ജനങ്ങളെ സവർണനെന്നോ അവർണനെന്നോ വേർതിരിച്ച് കാണാൻ പാടില്ലത്രേ. ജാതിമത ഭേദങ്ങളും ഐത്താചാരങ്ങളും ജാഗ്രതയോടെ നിലനിർത്തുന്നവളല്ലേ നീ? അതുകൊണ്ടല്ലേ ഞാനും അത് പാലിക്കുന്നത്. ഇനി അത് പാടില്ല അമൃതവല്ലി. ഭഗവാന്റെ അരുളപ്പാട് അങ്ങനെയാണെങ്കിൽ അതനുസരിക്കുകയല്ലേ നമ്മുടെ കടമ. മഹാദേവന്റെ അനുഗ്രഹമല്ലേ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ ജാതിമത ചിന്തകളും ഐത്താചാരങ്ങളും എല്ലാം ഉപേക്ഷിക്കുന്നു. എന്താ, വന്ന് കിടക്ക്. കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ഇവർ ശിവരൂപങ്ങളായും സാധാരണ മനുഷ്യരായി മാറുന്നല്ലോ. ഇന്നലെ സ്വപ്ന ദർശനത്തിൽ ഭഗവാന്റെ അരുളപ്പാട് ഓർക്കുന്നു. എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന സത്യം എന്റെ മിഴികളാൽ കണ്ട് ബോധ്യപ്പെടുത്തുമെന്ന്. അങ്ങനെ ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന പ്രപഞ്ച സത്യം ഭഗവാൻ അടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അന്നു മുതൽ അടികൾ സർവജാതി മതസ്ഥരോടുമൊപ്പം സഹകരിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒടുവിൽ വിമുക്തിയുടെ പാരമ്യതയിലെത്തിയ അടികൾ കൈലാസം പോകി.
ഇതെന്താ മോളെ? വേപ്പിലയാണ് ചേച്ചി. വസൂരിക്ക് വേപ്പിലയോളം ഫലപ്രദമായ വേറെ മരുന്നില്ല. അതിനീ തറവാട്ട് വളപ്പിലൊന്നും വേപ്പുമരം ഇല്ലല്ലോ. ഈ പരിസരത്ത് എങ്ങുമില്ല. പിന്നെ എവിടുന്ന് കിട്ടും നിനക്ക് ഈ വേപ്പില? അതും ഇത്ര പെട്ടെന്ന്? തറവാട്ട് വളപ്പിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു കുഞ്ഞു വേപ്പുമരം നിൽപ്പുണ്ട്. അതിൽ നിന്ന് പറിച്ചതാ. വേപ്പില കൊണ്ടുള്ള ചികിത്സ വസൂരി രോഗത്തിന് ഏറ്റവും ഉചിതവും അനിവാര്യവുമാണ്. എങ്ങനെയുണ്ട് ചേച്ചി? വളരെ ആശ്വാസം തോന്നുന്നു. സിരകളിലെങ്ങും ഒരു പുതിയ ഉന്മേഷം പടരുന്നത് പോലെ. മീനാക്ഷി ചേച്ചിയുടെ കഷായമാണ് ചേച്ചിക്ക് പകുതി ആശ്വാസം തന്നത്. ഇനി തുടർച്ചയായുള്ള വേപ്പില ഉഴിയൽ കൂടി ആകുമ്പോ ചേച്ചിയുടെ രോഗം പൂർണ്ണമായും ശമിച്ചിരിക്കും. എത്രയും പെട്ടെന്ന് കിടക്ക വിട്ട് എണീറ്റിരിക്കും, ഉറപ്പ്. നീ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളല്ല മോളെ. ഏതോ ഉന്നത തറവാട്ടിൽ പിറന്നവളാ. ഇനി മണിമേഖല കുറച്ചുനേരം വിശ്രമിക്കും. എന്ത് വേണം? പ്രിയപ്പെട്ട നാത്തോൻ ദൈനം ബാധിച്ചു കിടക്കുന്നത് ഈ തറവാട്ടിലുള്ള അറയിൽ തന്നെയാണ്. അതുകൊണ്ട് 1000 വട്ടം രോഗി ശിവകാമി ശിവകാമിന്ന് ഒന്ന് അലിഞ്ഞു വിളിക്കുമ്പോ ഒരു വട്ടമെങ്കിലും വിളി കേൾക്കായിരുന്നു. ഒന്ന് പോയി സുഖവിവരം അന്വേഷിക്കാമായിരുന്നു. ഓ, രോഗി വിളിക്കുമ്പോ വിളി കേൾക്കലും പോയി പരിചരിക്കലും ഒക്കെ തറവാട്ടിലെ വേലക്കാരിയുടെ ജോലിയാ. അതിനിവിടെ നീയും നിന്റെ കൂട്ടാളിയായ ആ തലതിരിഞ്ഞ പെണ്ണും ഉണ്ടല്ലോ. നീയൊക്കെ അങ്ങ് സംരക്ഷിച്ചാ മതി. ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. എന്നാലും കുബുദ്ധിയിലൂടെ കുതന്ത്രങ്ങൾ ഒരുക്കുന്ന ശിവകാമിയുടെ നീക്കങ്ങൾക്ക് ഒരുപാട് ഒത്താശകൾ പകർന്നു തന്നിട്ടുള്ളവളാ മണിമേഖല. തുടർന്നും മണിമേഖലയുടെ സേവനങ്ങൾ വേണ്ടി വരുമല്ലോ ഈ ശിവകാമിക്ക്. തൊട്ടു തലോടണ്ട. ദൂരെ നിന്നൊരു സാന്ത്വന വാക്കെങ്കിലും ശിവകാമി പറഞ്ഞാൽ അതവർക്ക് വളരെ ആശ്വാസമായിരിക്കും. നിൽക്ക്. നീ പറഞ്ഞതുപോലെ ദിവസം 1000 വട്ടം ശിവകാമി ശിവകാമി എന്ന് വിളിക്കാറുള്ള മണിമേഖല ചേച്ചിയുടെ വിളി ഇപ്പൊ കേൾക്കാറില്ല. നീയും ശിവാനിയും ചേച്ചിയുടെ ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷമാണ് ആ വിളി നിലച്ചിരിക്കുന്നത്. പറ, എന്റെ പേര് വിളിക്കാതിരിക്കത്തക്കവണ്ണം എന്ത് ദുർബോധനയാണ് നീ ചേച്ചിയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്? ഞാനായിട്ട് ഒരു ദുർബോധനെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. പക്ഷേ ശിവകാമിയെക്കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താ അത്? സ്വന്തം നാത്തൂന്റെ രോഗശമനത്തെക്കാൾ ശിവകാമിക്ക് വലുത് രോഗം പകർന്ന് വസൂരിക്കല വീഴാത്ത അവളുടെ ചർമ്മ സൗന്ദര്യമാണെന്ന്. എന്റെ പെറ്റമ്മ മീനാക്ഷി
മീനാക്ഷി പക്ഷം ചേർന്നു. മീനാക്ഷി പക്ഷത്താണ് അഴകേശൻ ജ്യേഷ്ഠനും. ഒരേ ഒരു പിടിവള്ളിയായ മണിമേഖല ചേച്ചിയും കൂറുമാറൂ. വടിച്ചെടുക്കത്തക്കവണ്ണം കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതെന്താ മീനാക്ഷി? മണിമേഖലയുടെ നെറ്റിൽ പുരട്ടാനുള്ള പച്ചില മരുന്നാണമ്മേ. കുട്ടിയാണോ പച്ചില മരുന്ന് പറഞ്ഞു കൊടുത്തത്? ആ, മണിമേഖലയെ വന്ന് കാണണമെന്നും ആശ്വസിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ശിവകാമി ചേച്ചിയെ ഭയമാണോ? രോഗം പകർന്ന് വസൂരിക്കല വീണ് അമ്മയുടെ ചർമ്മ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന ഭയം. ഒന്ന് പോ കുട്ടി. അമ്മേ, ഈ പ്രപഞ്ചത്തിലെ മഹാവൈദ്യനാണ് മഹാദേവൻ. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു രോഗവും പകരില്ല. ഞാനും ശിവാനിയും എത്രയോ ദിവസമായി മണിമേഖലയെ പരിചരിക്കുന്നു. ഞങ്ങൾക്കൊരാപത്തുമില്ലല്ലോ. പക്ഷേ മകളെ, നിങ്ങളെപ്പോലെ മഹേശന്റെ അനുഗ്രഹം അമ്മയ്ക്കില്ലല്ലോ. മനസ്സിലൊരു നന്മ തോന്നിയാൽ മതി, അവിടെ മഹേശ്വരനുണ്ടാകും. മരുന്നരച്ച ശേഷം അമ്മയും ചേച്ചിയെ കാണാൻ ഞങ്ങളോടൊപ്പം വന്നു നോക്കൂ. ഒരു രോഗപകർച്ചയും ഉണ്ടാവില്ല. ആ